ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്രിസ്മസ് സ്പെഷ്യൽ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എത്രത്തോളം ക്രിയേറ്റീവ് ആക്കാൻ പറ്റുന്നോ അത്രയും ക്രിയേറ്റീവ് ആക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പോയി ഫോട്ടോ കണ്ടിട്ട് ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിറ്റ്. അപ്പോൾ ഇന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ക്യാപ്പൊക്കെ എവിടെയെന്ന്. ക്യാപ്പ് വരും ഗൈസ്. ഹേ അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ 2 ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയക്കുകയാണ്, ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ഇടും ബ്രോ, ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ പുറകെ തന്നെയായിരുന്നു. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞാൻ കുറേ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്ത് നോക്കി, ബട്ട് പാളിപ്പോയി ഗൈസ്. എന്തായാലും അവിടെ അപ്പോൾ പാളി പോകാത്ത കുറച്ച് സക്സസ് ആയ 2-3 ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഫോട്ടോഗ്രാഫീൻ്റെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം നമ്മുടെ സെറ്റപ്പ്. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി സെറ്റപ്പ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഞാനിവിടെ യൂസ് ചെയ്തേക്കണ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ കാറ്. അതായത് ഇത് ഞാൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മേടിച്ചായിരുന്നു, പണ്ട് മേടിച്ചാണ് കുറേയായി. പിന്നെ ഇത് നമ്മുടെ അപ്പൂപ്പൻ മെയിൻ സബ്ജക്റ്റ് ആട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യാറ്, അതായത് നേരത്തെ വീഡിയോയ്ക്കൊക്കെ യൂസ് ചെയ്ത കപ്പിൾ ടോയ്സില്ലേ, അവരിവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നില്ലേ, ഇത് നമ്മുടെ ഒരു ഹൗസാണ്. ഇത് ശരിക്കും ഇത് തീപ്പെട്ടിയാണ് ഗൈസ്. 3 തീപ്പെട്ടി 6 തീപ്പെട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ഹൗസാണ്. അതിൻ്റെ മേലെ ഒരു കാർഡ്ബോർഡ്, പിന്നെ കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് മഞ്ഞ്, അതായത് നമ്മുടെ ഉപ്പാണ് കേട്ടോ, ഉപ്പ് കതറി. പിന്നെയുള്ള മെയിൻ സെറ്റപ്പാണ് നമ്മൾ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സൈഡിലൊക്കെ കാണുന്ന ചെടിയില്ലേ, ആ കാണുന്ന ചെടി എടുത്തിട്ട് ഇതിനകത്ത് വെച്ചു, അതായത് കട്ട് ചെയ്തിട്ട് വെച്ചു. അതിന് ശേഷം അതിൻ്റെ മേലെ ഫെവിക്കോള് ഗമ്മില്ലേ, ഗമ്മ അതിൻ്റെ മേലെ തേച്ചിട്ട് കറക്റ്റ് കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ വെതറി, അതായത് ജസ്റ്റ് ഇങ്ങനെ വെതറി. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു കല്ലാണ്, അതേപോലെ നമ്മൾ ഉപ്പ് വെതറി. അപ്പോൾ ഇതിൻ്റെ മുന്നേ എല്ലാം മെയിൻ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഈ കാണുന്ന തുണിയാണ് ഗൈസ്. ഇതൊരു തുണിയാണ്. അപ്പോൾ ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു വശത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അപ്രാവശ്യം കട്ടായി പോകാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ടായി പോകും. അല്ലെ പച്ചപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം ക്രിസ്മസ് ആംബിയൻസ് ആയിട്ട് മഞ്ഞൊക്കെ വെക്കുമ്പോൾ അപ്പുറത്ത് പച്ചപ്പ് വന്നതിന് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അത് കറക്റ്റ് കാട്ടിത്തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാമറ എടുത്തിട്ട് തരാം. പിന്നെ നിങ്ങൾക്ക് ഈ വൈറ്റ് തുണി വെച്ചത് എന്തിനാന്ന് പെട്ടെന്ന് കത്തി ഉണ്ടാവില്ല, കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്യാമറ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് തുണി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കൊണ്ടുപോയിട്ട് ഫോക്കസ് ചെയ്ത് വെക്കൂലേ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ല, അതായത് അപ്പുറത്തെ ഒരു മരമില്ലേ, അതായത് ഈ കാണുന്ന മരം. അപ്പോൾ ഈ മരം ഇല്ലെങ്കിൽ നമ്മുടെ ഈ മണ്ണായിരിക്കും പറഞ്ഞാൽ അന്നേരം ഈ ഫോട്ടോയ്ക്ക് ഒരു രസം ഉണ്ടാവില്ല, അതായത് ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് മഞ്ഞിൻ്റെ ആംബിയൻസ് വരുമ്പോൾ അപ്പുറത്ത് ഒരിക്കലും വെയിൽ വരില്ല, അതായത് വെയിൽ പോലെ സാധാ മഞ്ഞില്ലാതെ വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് കത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള ഫോട്ടോയാണ്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് ടോയ്സും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ടോയ്സ് ഇല്ലെങ്കിലും കുറച്ച് ക്രിയേറ്റീവായിട്ട് ഞാൻ 2-3 ഐഡിയാസ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞില്ലേ, അങ്ങനെ കുറച്ച് ഐഡിയാസ് വെച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസ് കുറച്ച് ക്രിയേറ്റീവാണ്, സിമ്പിളായിട്ട് ചെയ്യാം, അതായത് ആർക്കും ചെയ്യാം, വൻ സിമ്പിളാണ്. അപ്പോൾ അതും കൂടെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സബ്ജക്റ്റ്, അതായത് ക്രിസ്മസ് അപ്പൂപ്പൻ, പിന്നെ കപ്പിളിൻ്റെ ടോയും കാറും. അപ്പോൾ ആദ്യം കാർ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് മഞ്ഞിൽ വെച്ചു. മഞ്ഞ് മീൻസ് ഉപ്പിൻ്റെ മേലെ വെച്ചു. ഫോട്ടോയിൽ വരുമ്പോൾ നല്ല കിടു മഞ്ഞായിരിക്കും. അതിനുശേഷം ചെറിയൊരു റോഡിന് വേണ്ടിയിട്ട് വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു പാടും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോട്ടോൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇതാണ്. ഇതാണ് നമ്മളെടുത്ത ഫോട്ടോ. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഞാൻ 2-3 ഐഡിയാസ് വെച്ച് ക്രിയേറ്റ് ചെയ്ത 2-3 ഫോട്ടോസ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ പോലെ പാളി പോവാത്ത കുറച്ച് അടിപൊളി ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് പെൻ എടുത്തതിന് കറക്റ്റ് നമ്മളൊരു ഫേസ് വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫേസ് വരച്ചു. പിന്നെ അതേപോലെ അപ്പുറത്തെ ഫിംഗറിൽ നമ്മൾ ചെയ്യുന്നു, അതായത് നമ്മൾ 2 ഫിംഗറിൻ്റെയാണ് ചെയ്യുന്നത്.
അപ്പോൾ കറക്റ്റ് അതിലും വരച്ചു. സെയിം ആവില്ല കേട്ടോ, രണ്ടിലും സെയിം ആവില്ല, ചെറുതായിട്ട് ഡിസൈനൊക്കെ മാറ്റി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയുള്ള ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ജസ്റ്റ് അവരെ കൊണ്ട് വരയ്ക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് സ്വന്തം വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് മെയിൻ പരിപാടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വരച്ച ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നേരെ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ കൈ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം നമുക്കിത് എഡിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എഡിറ്റിങ്ങിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പിക്സാർട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ പിക്സാർട്ടിലോട്ട് പോകാം. അപ്പോൾ അതിന് തന്നെ ഞാനിവിടെ ഫോട്ടോ പിക്സാർട്ടിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ക്യാപ്പില്ലേ, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതിങ്ങനെ ആഡ് ഫോട്ടോ എടുത്ത് ആഡ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കറക്റ്റ് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ഇപ്പുറത്ത് ഫ്ലിപ്പ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ മിറർ റൊട്ടേറ്റ് എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം കറക്റ്റ് കൊണ്ടുപോയി വെക്കുക. പിന്നെ മറ്റേ പുള്ളിക്കും കൂടെ തൊപ്പി വെക്കണം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചേരുന്നൊരു നെയിം കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്കുള്ളൊരു പരിപാടി. ഇനി നേരെ അടുത്ത ഫോട്ടോയിൽ പോയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റ് കൊണ്ടുപോയി വെക്കുക. ഇപ്പോൾ അടിപൊളിയായി, രണ്ടുപേരും കാണാൻ ലുക്കുണ്ട്. പക്ഷേ ഈ ഫോട്ടോയ്ക്ക് ഒരു ആംബിയൻസ് കിട്ടണില്ല. അതുകൊണ്ട് ഞാൻ ക്രിസ്മസിൻ്റെ മഞ്ഞ ആഡ് ചെയ്യാൻ പോവാണ്. അത് നേരെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതിപ്പോൾ കറക്റ്റ് വെച്ച് ആഡ് ചെയ്ത് ഓക്കെ. ഇപ്പോൾ കറക്റ്റ് ഫോട്ടോൻ്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ആംബിയൻസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് അടിപൊളിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോ ട്രൈ ചെയ്യാൻ, അതായത് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നാൽ മതി. അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ ആണെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടാം. പിന്നെ നിങ്ങൾക്ക് ഇതേക്കൂട്ട് ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സോ ഇതിനും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.